1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിഷവസ്തുക്കളുടെയോ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള വിഷവസ്തുക്കളുണ്ട്. അതായത് അതുപോലെ തന്നെ വിഷജന്തുക്കളുടെയോ ഉപദ്രവം നിമിത്തമുണ്ടായ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. ബന്ധുക്കൾ പിണങ്ങിയിരിക്കുന്നത് അതെല്ലാം മാറിക്കിട്ടുന്നു. അവർ നമ്മളോട് യോജിപ്പിലെത്തുന്നു. വിദേശ രാജ്യത്തേക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. ഏതെങ്കിലും തരത്തിൽ അപകടം മൂലമൊക്കെ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നു. പാഴ് ചെലവുകൾ കണ്ടുപിടിച്ച് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുമൂലം തന്നെ ധനലാഭം ലഭിക്കുന്നു. ഉറ്റ ബന്ധുവിന്റെ വിയോഗം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. കഠിനമായ എല്ലാ ദുഃഖങ്ങളും ഒരു പരിധിവരെ മാറുന്ന ഒരു കാലമാണ്. നാൽക്കാലികളെ വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്ക് മികച്ച ആദായം ഉണ്ടാക്കാൻ സാധിക്കുന്നു. സന്താന ഭാഗ്യം, ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്തുവാനായിട്ട് ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ വീട് വാങ്ങുവാൻ സാധിക്കുന്നു. ഏതായാലും ഈ യോഗം പ്രകാരം ഈ മാസത്തില് ഒരു പുതിയ വീട്ടിൽ താമസിക്കേണ്ട ഒരു യോഗം ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഭാര്യയോടും മക്കളോടുമുള്ള പിണക്കങ്ങളും വിരോധങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. പല വിലയേറിയ വസ്തുക്കളും സമ്മാനമായി ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളും അസൂയാലുക്കളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ധാരാളം ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും കുറച്ചൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ദുർജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൂലം പല കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. ആയതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ജ്വരം പോലുള്ള പനികൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ രക്തസ്രാവം ഉണ്ടാകാൻ, ബ്ലീഡിംഗ് ഉണ്ടാവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ഉണ്ടായിട്ടുള്ള മാനഹാനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കടക്കാര് ശല്യം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി അവരെ കുറച്ച് പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ചിലർക്ക് 15 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കാലമാണ്. മറ്റു ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അപൂർവം ചിലർക്കാണ്, വിരലിലെണ്ണാവുന്ന രീതിയിൽ പറയാം, അവർക്ക് ഇത്തിരി പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകാം കുടുംബത്തിന്. ചിലർ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും ഗുരുതരമാകുന്നില്ല, അതങ്ങനെ തന്നെ അങ്ങ് പോകുന്നു. ആരംഭത്തിലേ ഉള്ള വൈദ്യസഹായം മൂലം അതൊക്കെ മാറിക്കിട്ടുന്നു. ചില കുട്ടികൾ ചൂഷണങ്ങൾക്ക് വിധേയമാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം സ്കൂളിൽ ചേരുന്നതിനും തുടർന്ന് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിനും തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ അറിയാതെ തന്നെ പല തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സമയമാണിത്. ക്രമേണ ധനവും ഐശ്വര്യങ്ങളും ഈ വീട്ടില് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ കുടുംബത്തിലുള്ളവർക്ക് മോശമായ സ്വപ്നങ്ങൾ അടിക്കടി കാണേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ അടിക്കടി സ്വപ്നങ്ങൾ അങ്ങനെ കണ്ട് നിങ്ങൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടാണെങ്കിൽ സ്വപ്നങ്ങൾ വിശകലനം ചെയ്യാൻ അറിയാവുന്ന ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് എന്താണെന്ന് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ചിലർക്ക് അതായത് മുതിർന്നവർക്ക് കർമ്മ വിഘ്നം വരാം. ഈ തൊഴിലിൽ ചില തടസ്സങ്ങൾ ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അതായത് തൊഴിലിൽ തടസ്സങ്ങൾ വന്നേക്കാം. പിന്നീട് അതെല്ലാം ശരിയാവുന്നതായിട്ടാണ് കാണുന്നത്. 15 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചെറുപ്രായത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയെല്ലാം മാറിക്കിട്ടുന്നു. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു പക്വത വരുന്ന ഒരു കാലമാണിത്. വിദ്യാഭ്യാസം തുടർന്ന് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മികച്ച വിദ്യാഭ്യാസം നേടാനായിട്ട് ഇവർക്ക് യോഗമുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഇവർക്ക് നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനും മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ട്. ധനം സമ്പാദിക്കാനായിട്ടും സാധിക്കുന്നു. നല്ല നല്ല നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നു. ചിലർ ഗവേഷണ രംഗത്ത് അവർക്ക് ചില സംഭാവനകൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ചിലർക്ക് ത്വക്ക് രോഗമോ
കണ്ടത്തിന് രോഗമോ വരുന്നതിന് ഈ സമയം സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ചിലർ ഗവേഷണ മേഖലയിലേക്ക് തിരിയാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഏത് രംഗത്തായാലും ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സമയം അസൂയാലുക്കളും ശത്രുക്കളും നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് ഈ കാലഘട്ടം വരാം. ഇത് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ചിലർക്ക് മികച്ച തൊഴിൽ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുവഴി ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് വിദേശ തൊഴിൽ ലഭിക്കുന്നു. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനൊക്കെ യോഗം കാണുന്നു. കേസുകളിൽ ജയം കണ്ടെത്താനായിട്ട് സാധിക്കും. നിലവിൽ കേസ് ഉണ്ടെങ്കിൽ അത് ജയിക്കുന്നതിന് സാധിക്കുന്നു. പുതിയതായിട്ട് കേസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. ചിലർക്ക് ഭൂമി കൈവശം വരുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. വാഹനം വാങ്ങുന്നതിനും ഒരു യോഗമുണ്ട്. മേലധികാരികളിൽ നിന്നും ശല്യമുണ്ടാകാം. വിദ്യാഗുണം ഏറെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. ആരുമായിട്ടും വഴക്കിനും തർക്കത്തിനും ഒന്നും പോകാതിരിക്കുന്നത് വളരെ നല്ലതാണ്. 39 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അന്യ സംസ്ഥാനങ്ങളിലോ അന്യദേശത്തേക്കോ പോയി തൊഴിൽ ചെയ്യുന്നതിനും അവർക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തൊഴിലിൽ വളരെ പുരോഗതി ലഭിക്കുന്നതായിട്ടും ഈ സമയത്തിന് ഒരു സാധ്യതയുണ്ട്. ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. വീടും വാഹനവും ഈ സമയം വാങ്ങുന്നതിന് യോഗം കാണുന്നു. ദേശത്തിന്റെയോ സംഘടനകളുടെയോ അമരത്ത് പ്രവേശിക്കുവാനും ഇവർക്ക് യോഗമുണ്ട്. ഇവിടെയും ഈ സമയത്തും വിവാഹത്തിന് ഒരു യോഗം അവർക്ക് കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങളും ലഭ്യമാകാം. പല വിധത്തിലും ബഹുമതികൾ ലഭ്യമാകുന്നു. കണ്ണിനും ഉദരത്തിനും ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചികിത്സ ലഭിക്കുന്നു. സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നതിന് അവർക്ക് ചിലർക്ക് യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ നിക്ഷേപിക്കാവുന്നതാണ്. ഭക്ഷ്യവിഷബാധയോ വിഷജന്തുക്കളുടെ ഉപദ്രവമോ ഈ സമയം ഉണ്ടാകാം. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മുതിർന്ന ബന്ധുവിന്റെ വിയോഗം ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യാപാരം നടത്തുന്നവർക്ക് ഈ കാലം വളരെയധികം യോജിച്ചതാകുന്നു. ചില അസുഖങ്ങൾ പതുക്കെ തലപൊക്കി തുടങ്ങിയേക്കാം. ചിലർക്ക് ഈ സമയം കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നേക്കാം. ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ പറയും പോലെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി വരാം. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് പാഴ്ചെലവുകൾ നിയന്ത്രിച്ച് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ച് അതൊക്കെ ശരിയാകാവുന്നതേ ഉള്ളൂ. 59 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അധികാരികളോട് അവർ ചെയ്ത അനീതി ചൂണ്ടിക്കാട്ടി കോപിഷ്ഠരാകാം ചിലപ്പോൾ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായും വിരോധം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കേസുകളിൽ പരാജയം ചിലപ്പോൾ സംഭവിച്ചേക്കാം. മാത്രമല്ല ഈ കാലം കേസുകൾ തുടങ്ങുവാനും യോജിച്ചതല്ല. നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം സമൃദ്ധി ലഭിക്കുന്നതിന് ലഭിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ധാരാളം നല്ല സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദായങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങാം. ശരീരത്തിന് ബലക്കുറവ് വരാം. ആയതിനാൽ ഈ സമയം സാഹസികപരമായ ഒന്നിനും മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ചിലവുകൾ നിയന്ത്രിക്കുക. പാഴ്ചെലവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. വയറു സംബന്ധിച്ച്, അതായത് വയറിന് ചില അൾസർ അങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ജ്വരം പോലുള്ള പനികളും പിടിപെടാം. കണ്ണിന് ഒരു സർജറി ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വേണ്ടി വന്നേക്കാം. നിർബന്ധപൂർവം നമ്മൾ ഉന്നത സ്ഥാനമാനങ്ങൾ ഉള്ള ആൾക്കാർ അവരുടെ അധികാരികളുടെ ഭയങ്കരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ ഉന്നത അധികാരികളുടെ ഒരു നിർബന്ധപൂർവ്വം നിങ്ങൾക്ക് മനഃപൂർവ്വം ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം. രാജിവെക്കേണ്ടതായിട്ട് വരാം. 65 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ആ കാലത്ത് ചിലർ വിശ്രമ ജീവിതം നയിക്കേണ്ടതിന് പകരം വേറൊരു കർമ്മ മേഖല അവർ തിരഞ്ഞെടുക്കുന്നു. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിൽ വളരെ പരിചയസമ്പത്തും അനുഭവജ്ഞാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏത് തൊഴിലാണോ ചെയ്യാൻ പോകുന്നത് ആ രംഗത്ത് പരിചയവും നല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പരാജയം വരുന്നതിന് സാധ്യതയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ലാഭം കിട്ടുമെന്നും പറഞ്ഞ് പൈസ മുടക്കി ഈ വലിയ വലിയ സംരംഭങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. അതിൽ നല്ല രീതിയിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ.
പുതിയ വാഹനവും വീടും വാങ്ങുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. കാർഷിക വിളകൾ ഉള്ളവർക്ക്, തോട്ടങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നും നല്ല ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. ചില പരാതികൾ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. വസ്തുവകകൾ വാങ്ങാനും യോഗം കാണുന്നു. ഈ പുതിയ ജീവിതം ഇവർക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്നതാകുന്നു. വളർത്തുമൃഗങ്ങളും മറ്റും മനസ്സിനെ സന്തോഷം ജനിപ്പിക്കുന്നു. പൊതുവെ ഒരു തൃപ്തികരമായ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കുന്നു. അതുപോലെ കുടുംബാംഗങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കുവാനും അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 75 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി ചെയ്ത കാര്യങ്ങളെല്ലാം വിജയിച്ചു എന്ന് മനസമാധാനവും സന്തോഷവും അവർക്ക് ലഭിക്കുന്നു. എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിനാൽ നല്ലൊരു മനസ്സന്തോഷം ലഭിക്കുന്നു, തൃപ്തി ലഭിക്കുന്നു. ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് മൂലമോ അല്ലെങ്കിൽ വയറു സംബന്ധിച്ചോ ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. കൂടുതലും വയറു സംബന്ധമായ ഒരു സർജറിയാണ് കാണുന്നത്. ഏതെങ്കിലും കേസുകളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുന്നു, അതൊക്കെ നിവൃത്തി വരുത്താൻ സാധിക്കുന്നു. ചിലർക്ക് ഈ സമയം അന്യദേശത്തേക്ക് പോയി അവിടെ താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം ഉള്ള പല കാര്യങ്ങളും നടക്കാം. സർക്കാരിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കേസുകൾ, തർക്കങ്ങൾ എന്നിവ നിലവിലുണ്ടെങ്കിൽ അതിന് വിജയം ലഭിക്കുന്നു. വാഹനത്തിന് ചില അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് ഈ സമയം ഒത്തിരി അപകട സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയാൻ കാര്യം. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ബുധ ഗുരു യോഗം കർക്കിടക രാശിയിൽ നടക്കുന്നതിനാൽ ബുദ്ധിശക്തിയെയും സാമ്പത്തിക പുരോഗതിയെയും അതുപോലെ തന്നെ മികച്ച സംസാര ശേഷിയൊക്കെ നല്ല രീതിയിൽ ഉണർത്തുന്നതിനുള്ള ഒരു കഴിവ് ഈ യോഗത്തിന് കാണുന്നുണ്ട്. അതായത് ബുധ ഗുരു യോഗത്തിന് വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വിവരങ്ങൾ അതുപോലെ തന്നെ അറിവ് ലഭിക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവര സാങ്കേതിക കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനും സാധ്യതയുണ്ട്. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്ന, അതായത് മികച്ച ആരെയും ആകർഷിക്കുന്ന ഒരു സംസാര രീതി ഇവർക്ക് രൂപം കൊള്ളതിനാല് ഇവർക്ക് ഒരു നല്ല പ്രാസംഗികനാകാൻ സാധിക്കുന്നു. അതുപോലെ ധാരാളം ധനനേട്ടം ഉണ്ടാകുന്നതിനും ഈ യോഗം സഹായകമാകുന്നു. ബിസിനസ്സിലും കരിയറിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സ്ഥിരമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു. അതുപോലെ കലകളായ സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ എല്ലാ കലകളിലും പ്രാവീണ്യമുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ തന്നെ കൊച്ചുകുട്ടികൾ ഇതിലേക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. എല്ലാവരോടും തന്നെ സഹജീവികളോടൊക്കെ സ്നേഹപൂർവ്വം പെരുമാറുന്നതിനും ഒരു ബഹുമാനപൂർവ്വം അവരോട് ഇടപെടുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം ഈ യോഗത്തിന്റെ ഒരു ഗുണങ്ങളാണ്. പൊതുവെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ സാധിക്കുന്നു. ഇനി ചിങ്ങരാശിയിലെ സൂര്യകേതു യോഗം നടക്കുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാ പറയുന്നത്. ഏറ്റവും അശുഭകരമായ ഒരു യോഗമാണിത്. ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കാം, നമുക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് എല്ലാം നശിക്കാം. അതുപോലെ തന്നെ ഇച്ഛാശക്തിയെ വളരെയധികം മോശമായി സ്വാധീനിക്കുന്ന ഒരു യോഗമാണിത്. വയറ് സംബന്ധിച്ച് അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ പോലുള്ള തലവേദന ഉള്ളവർക്ക് അത് കൂടാം. ഊർജ്ജക്കുറവ് ഉണ്ടാകാം, ശക്തിക്കുറവ്, ബലക്കുറവ് ഉണ്ടാകാം. അതുപോലെ തന്നെ അലസത വരുന്നതിന് സാധ്യതയുണ്ട്. കരിയറിലും ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, നിർണായകമായ ചില സംരംഭകർക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മനസ്സിലെ ആശയക്കുഴപ്പവും സംഘർഷവും ഈ യോഗം സൃഷ്ടിക്കുന്നതിനാലാണ്. അതുപോലെ തന്നെ ആരുമായിട്ട് അനാവശ്യമായി വഴക്കിനോ തർക്കത്തിനോ കഴിയുന്നതും എല്ലാം ഒഴിവാക്കി പോവുക. അതുപോലെ തന്നെ ആർക്കും വാഗ്ദാനങ്ങൾ നൽകാണ്ടിരിക്കുക. ചന്ദ്രശുക്ര യോഗം നടക്കുന്നതിനാൽ അത് കൂടുതലും കന്നി രാശിയിലാണ് ഈ ചന്ദ്രശുക്ര യോഗം നടക്കുന്നത്. ഇത് വ്യക്തിയുടെ മനസ്സിനെയും സാർഗാത്മികത എല്ലാം നല്ല രീതിയിൽ ഉണർത്തി അത് വളരെ ഗുണം ലഭിക്കുന്ന ഒരു യോഗമാണ് ഈ ചന്ദ്രശുക്ര യോഗം. ജീവിതത്തിലെ നമ്മളെ പ്രത്യേകമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. കന്നി രാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, നീചനായിട്ടാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സാർഗാത്മിക മേഖലയിൽ പ്രത്യേകം തന്നെ കഴിവുകൾ ഉള്ളവർക്ക് വളരെയധികം കലാകാരന്മാർക്കെല്ലാം വളരെ അവസരങ്ങൾ ലഭിക്കുകയും അതുപോലെ പല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ കൊച്ചു കുട്ടികൾക്കും കലകളോട് വളരെയധികം താല്പര്യം തോന്നാം, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഗുണമുള്ളത്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും
നമ്മളോട് പറയുമ്പോഴൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നതിനും പറ്റിയാൽ അവരെ ഒന്ന് സഹായിക്കാനുള്ള സന്മനസ്സുണ്ടാകുന്നതിനും ഈ യോഗത്തിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നമുക്ക് ടൈം ബോണ്ടായിട്ട് ചെയ്യേണ്ട ജോലി കൃത്യമായി തന്നെ നിശ്ചയിച്ച ആ സമയപരിധിക്കുള്ളിൽ തന്നെ കൃത്യമായി അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. പ്രോജക്റ്റ് വർക്കായിരുന്നാലും കോൺട്രാക്ട് വർക്കായിരുന്നാലും ഏത് തൊഴിലായിരുന്നാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അശ്രദ്ധമായ വസ്ത്രധാരണങ്ങളും വൃത്തിയില്ലായ്മയൊക്കെ മാറി വ്യക്തി ശുചിത്വവും ചുറ്റുപാടും വീടും ഒക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതിനും ഈ യോഗം മൂലം ഒരു കഴിവുണ്ടാകുന്നു. ഇതിലൊരു ന്യൂനത മാത്രമേ ഉള്ളൂ. പ്രണയവും സ്നേഹവും ഉള്ളവര് എത്ര ആത്മാർത്ഥമായി ആ സ്നേഹവും പ്രണയവും നമ്മൾ കാണിച്ചിരുന്നാൽ തന്നെയും അവർക്ക് നമ്മളോട് അല്ലെങ്കിൽ നമുക്ക് അവരോട് ചിലപ്പം ഒരു വിശ്വാസക്കുറവ് വരാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം, മനസ്സിനൊരു സംഘർഷം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം യോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.